ഹായ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ് കേട്ടോ. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നാട്ടിലൊരു വീട്, ഏതൊരു പ്രവാസിക്കും നാട്ടിൽ ഒരു വീട് എന്നുള്ളൊരു ആഗ്രഹത്തിലുപരി ഒരു സ്വപ്നം തന്നെയല്ലേ. ചെറുതാണേലും വലുതാണേലും നമുക്ക് നാട്ടിൽ ജനിച്ചു വളർന്ന നാട്ടിലൊരു വീട് കെട്ടുക എന്നുള്ളത്. അതേപോലെ ഞങ്ങൾ ഒരു വീട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു കുഞ്ഞു വ്ളോഗ് എടുത്തതാണ്. ഞങ്ങൾ പാലക്കാടാണ് കേട്ടോ താമസിക്കുന്നത്. പാലക്കാട് നിന്ന് ഞങ്ങളിപ്പോൾ വീട് കെട്ടുന്നിടത്തേക്ക് പോവുകയാണെങ്കിൽ 1 മണിക്കൂറിൻ്റെ ദൂരമുണ്ട്. ബസ്സിൽ പോവുകയാണെങ്കിൽ, കാറിലാണെങ്കിൽ 1/2 മണിക്കൂർ കൊണ്ട് എത്തും. അപ്പോൾ ഞാൻ ബസ്സിലാണ് പോകുന്നത്. അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് സവാളയും തക്കാളിയും കുറച്ച് ക്യാരറ്റും ഒരു എഗ്ഗും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇട്ടോ, എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. മുളക് പൊടി ഇല്ലെങ്കിൽ ഒരു പച്ചമുളക് അരിഞ്ഞിട്ടാലും മതി. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് പാകത്തിന്. വഴറ്റിയതിന് ശേഷം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരു കട്ടൻ കാപ്പിയും കുടിച്ച് ഞാൻ പോകാമെന്ന് വിചാരിച്ചു. നല്ല ചൂടാട്ടോ നാട്ടിൽ. പാലക്കാട് പറയേ വേണ്ട, നല്ല പുഴുക്കാണ്. ഒരു ഹ്യൂമിഡിറ്റി കൂടുതലാണ്. മുറ്റത്തപ്പോഴേക്കും മയിൽ വന്നതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പോണ വഴി കേട്ടോ, പെരിങ്ങോട്ടുകുറിശ്ശിയിലാണ് കേട്ടോ വീട്. നല്ല സ്ഥലമാണ്. ഈ പോണ വഴിയൊക്കെ ഉണ്ടല്ലോ, നല്ല വ്യൂ ആണ് കാണാൻ. നമ്മൾ ബസ്സിലിരുന്ന് സൈഡൊക്കെ നോക്കിയിരുന്ന് പോകണമെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ, പാടവരമ്പത്തൂടെ പോകുമ്പോൾ. അങ്ങനെ നമ്മുടെ പുതിയ വീട് കെട്ടുന്ന സ്ഥലം എത്തിയിട്ടാ. ഇതാണ് ഞങ്ങളുടെ സ്വപ്ന ഭവനം. കുറച്ചായിട്ടുണ്ട് കേട്ടോ അത് വീട് കെട്ടാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പോൾ ബാത്റൂമിൽ ടൈൽസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഹോൾ കേട്ടോ, കയറി പോകുന്നതാണ്. അതിൻ്റെ സൈഡിലായിട്ട് കുഞ്ഞു പൂജാമുറി ഉണ്ട്. മെയിൻ ഡോർ അതാണ് കേട്ടോ. സീലിംഗ് വർക്ക് ചെറുതായിട്ട് നടത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ ആ ഡൈനിങ് ഏരിയയിലേക്കാണ് പോണത്. അവിടെ നിന്ന് സ്റ്റെയർ കേസ് കണ്ടില്ലേ, അതിൻ്റെ സൈഡിൽ ടൈൽസ് കുറച്ച് ഒട്ടിച്ചിട്ടുണ്ട്. പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മേലെ റൂമൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ചെറുത് ആ സ്റ്റെയർ കേസ് റൂം മുകളിലേക്ക് പോകണ അത് മാത്രമേ ഉള്ളൂ. 2200 സ്ക്വയർ ഫീറ്റാണ് കേട്ടോ വീട്. ഇതൊരു ബെഡ്റൂമാണ്. ബെഡ്റൂമിനോട് ചേർന്നിട്ട് തന്നെ നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമും അതേപോലെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. എല്ലാ റൂമിലും സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. മുകളിൽ കുറച്ച് സ്റ്റോറേജുമായിട്ട് ഡ്രസ്സിങ് ഏരിയ ആണിത്. അതിനുള്ളിലായിട്ടാണ് കേട്ടോ ടോയ്ലറ്റ് വരുന്നത്. കണ്ടല്ലേ, ടൈൽസ് വർക്ക് നടക്കണോ, കഴിഞ്ഞിട്ടില്ല. എല്ലാം സിമ്പിളായിട്ടുള്ള ടൈൽസ് തന്നെ കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് വന്നു. അവിടുന്ന് ലെഫ്റ്റ് സൈഡിലൊരു റൂമുണ്ട്. അങ്ങനെ 3 ബെഡ്റൂമും ഒരു ഡൈനിങ്ങും അതുപോലെ ഓപ്പൺ കിച്ചണും വർക്ക് ഏരിയയും ചെറിയ കുഞ്ഞു സ്റ്റോർ റൂമും കൂടിയിട്ടാണ് നമ്മൾ ഈ ഇത്രയും ഭാഗമായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിനും മേലെ സ്റ്റോറേജ് ഉണ്ട്. ഇതും അതേപോലെ തന്നെ നമ്മൾ ടോയ്ലറ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ഡ്രസ്സിങ് ഏരിയയാണ്. അത് കഴിഞ്ഞിട്ടാണ് ടോയ്ലറ്റ്. അതിനോടൊപ്പം തന്നെ കേട്ടോ, അതിനോട് ചേർന്നിട്ട് തന്നെയാണ്. ഇതാണ് ഓപ്പൺ കിച്ചൺ. ഇവിടുന്ന് നേരെ കണ്ടില്ലേ, ചെറിയൊരു പാസേജ് ഉണ്ട് ഇവിടേക്ക്. അതിൻ്റെ ലെഫ്റ്റിലായിട്ട് ഒരു ബെഡ്റൂം ഉണ്ട്. ഇതൊരു ബെഡ്റൂമാണ് കേട്ടോ.
ഇത് അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് കേട്ടോ. അതേപോലെ ഇവിടെ ഒരു മെയിൻ ഡോറ് വരും. ആ ഡോറ് നമ്മൾ ക്ലോസ് ചെയ്താൽ ഗസ്റ്റ് ആരെങ്കിലും വരികയാണെങ്കിൽ കോമൺ ബാത്റൂമായിട്ട് യൂസ് ചെയ്യുന്ന തരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിങ് ഏരിയ കേട്ടോ ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീതെ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ടൈൽസ് വർക്ക് ഇവിടെയും ഏകദേശം ബാത്റൂമിലും കഴിയാറായിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ കിച്ചണിലേക്ക് വന്ന് അവിടെ നിന്ന് അങ്ങനെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വർക്ക് ഏരിയയാണ്. എല്ലാം വുഡിൽ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ജനലും വാതിലുകളെല്ലാം വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് ചെറുതായിട്ടൊരു സ്റ്റോർ റൂമാണ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ. അതിന് പുറത്തായിട്ട് ചെറിയൊരു ഷെഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പുറമേ നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ തരത്തിൽ ഒരു ടോയ്ലറ്റും അതുപോലെ വിറകടുപ്പ് കത്തിക്കുകയാണെങ്കിൽ വിറകടുപ്പുമായിട്ട് അങ്ങനെ ഒരു ചെറിയൊരു ഷെഡ് കെട്ടിയിട്ടുണ്ട്. വീടിൻ്റെ ബാക്ക് സൈഡാണ് അത്. ഇത് ഈ കാണുന്ന ഭാഗത്ത് പാറ്റിയോ ആണ് വരുന്നത്. അതിൻ്റെ അപ്പുറത്തായിട്ടായിരിക്കും കാർ പാർക്കിംഗ് ഉണ്ടാവുക. മുറ്റത്തിൻ്റെ ഓരോ പണികളൊക്കെ ഇനി വരുമല്ലോ. വരുന്ന ഞങ്ങളുടെ വീഡിയോയിൽ ഓരോരോ സ്റ്റേജസും നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ ഭാഗത്താണ് കാർ പാർക്കിംഗ് ഉണ്ടാവുക. ഇനി മുറ്റം പണികളും എല്ലാം ഉണ്ടാവുമല്ലോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.